നമുക്കിവിടെ ഹൈനെക്ക് മോഡലൊരു ചുരിദാർ ടോപ്പ് തയ്ക്കാം. അതിന് നമ്മൾ 8 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 8 ഇഞ്ച് തന്നെ കൈക്കുഴി എടുത്തു. അതിൻ്റെ ലെങ്ത്ത് ഒരു 42ആണ്. അതിൻ്റെ സ്ലിറ്റിറക്കം ഒരു 19.5യും അതിൻ്റെ ഫ്ലെയർ നമ്മളൊരു 23. അപ്പോൾ കഴുത്തകലം നമ്മൾ 1.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം എടുത്തിരിക്കുന്നത്. ഇറക്കം ഒരു 6 ഇഞ്ചും താഴ്ഭാഗം ഒരു 3 ഇഞ്ച് വീതി നമ്മൾ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1.5 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ചിലേക്ക് ഷേപ്പ് വെട്ടി റൗണ്ടായിട്ട് വെട്ടിയെടുക്കാം. മാർക്ക് ചെയ്തിട്ട് അതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത് വെട്ടിയെടുക്കാം. കൈക്കുഴി നമ്മൾ വെട്ടി, ഇത് നമ്മൾ വെട്ടിയെടുക്കുന്നത് ലൈനിങ് തുണിയിലാണ്. ആദ്യം ലൈനിങ് തുണിയിൽ വെട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ചുരിദാറിൻ്റെ നല്ല പീസിലേക്ക് വെട്ടുന്നുള്ളൂ. അത് ഈ ലൈനിങ്ങിൽ വെട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അഥവാ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ലൈനിങ് തുണിക്കിലേ പറ്റുള്ളൂ, നല്ല തുണി പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളത് മാർക്ക് ചെയ്തത് വെട്ടി എടുത്തതിന് ശേഷം, അതായത് ഫ്രണ്ട് പീസ് കൈക്കുഴി ഷോൾഡറിൻ്റെ അടുത്തുനിന്ന് കൈക്കുഴിയിലേക്ക് ഒരു 1.5 ഇഞ്ച് നമ്മൾ ചെരിച്ച് വെട്ടിയിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് ചെരിച്ച് വെട്ടി ബാക്ക് കഴുത്ത് ഒരു 1/2 ഇഞ്ച് വെട്ടിയിട്ടുണ്ട്. ഒരുപാടില്ല, ഒരു 1/2 ഇഞ്ചിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഫ്രണ്ട് കഴുത്ത് നമ്മൾ അതേ ഷേപ്പിൽ വെട്ടിയിട്ട് കൈക്കുഴിയുടെ അവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതും വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈക്കുഴിയുടെ അടുത്ത് ഒരു ഫ്രണ്ടിൽ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണം. അതിന് ശേഷം നമ്മൾ നല്ല പീസിലേക്ക് തുണി വെച്ച്, ലൈനിങ് തുണി വെച്ച് അത് നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കൈയാണ് വെട്ടുന്നത്. കൈക്ക് നമ്മളൊരു 12 ഇറക്കം എടുക്കുന്നത്. 12 ഇറക്കം നമ്മൾ കൈക്കുഴി 8 എടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ 7.5 ഇഞ്ചാണ് വീതി എടുത്തിരിക്കുന്നത്. 7.5 ഇഞ്ചിൽ നിന്ന് കുഴിച്ച് വെട്ടാൻ വേണ്ടി 3.5 എടുത്തിട്ടുണ്ട്. അങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് കൈക്കുഴിയും തുണിയും കൈയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കൃത്യം തയ്ച്ച് കഴിയുമ്പോൾ കൂടുതലോ കുറവോ ഒന്നും വരില്ല, കറക്റ്റായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വെട്ടിയെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, കൈയുടെ അടിഭാഗത്ത് നമ്മളൊരു പടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് വെട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. എപ്പോഴും നല്ല തുണി കുറച്ച് തുമ്പ് കൂട്ടി വേണം നമ്മൾ വെട്ടാൻ വേണ്ടി. നമ്മൾ ലൈനിങ് തുണി കറക്റ്റ് വെട്ടിയിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ തുണി കറക്റ്റും നല്ല തുണിക്ക് കുറച്ച് തുമ്പും കൂട്ടി വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് തുണി വെച്ച് കറക്റ്റ് തയ്ച്ചതിന് ശേഷം ബാക്കി എക്സ്ട്രാ വരുന്ന പീസ് നമുക്ക് വെട്ടിക്കളയാം. അതായത് കറക്റ്റ് ചിലപ്പോൾ നമ്മൾ രണ്ടും ഒരുപോലെ വെട്ടിക്കഴിഞ്ഞാൽ കയറി ഇറങ്ങിയും പോയിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തുമ്പ് നല്ല തുണിയിൽ കുറവാണെങ്കിൽ അത് ഇതാവില്ലേ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല തുണി അങ്ങനെ കൂട്ടി വെട്ടിയാൽ നമുക്കത് കുറച്ച് എളുപ്പമായിരിക്കും. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ വരുന്ന പീസുകൾ ലൈനിങ് തുണിക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ബാക്കി നമുക്ക് വെട്ടിക്കളയാം. വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതിപ്പം ഞാൻ അടിഭാഗം തേരുവശമായതുകൊണ്ട് ഞാൻ മടക്കി തയ്ച്ചിട്ടില്ല. അത് തേരുവശം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ കിട്ടുന്ന തുണിയാണെങ്കിൽ അതിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം. അതിന് ശേഷം നമ്മൾ പൈപ്പിങ്, അതായത് കൈക്കും കഴുത്തിനും നമ്മൾ റെഡ് തുണി വെച്ചിട്ട് നമ്മൾ പൈപ്പിങ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൈപ്പിങ് എങ്ങനെയാണ് ഇടുവാന്ന് നോക്കാം. പലർക്കും അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അറിയാത്ത ആൾക്കാരും ഉണ്ടായിരിക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് പൈപ്പിങ്, അതായത് ചരട് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പൈപ്പിങ് ചെയ്യാമെന്നും കൂടെ ഇതിനകത്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പ്രഷർ മാറ്റുവാണേ. പ്രഷർ മാറ്റിയിട്ടിട്ടാണ് നമ്മൾ ചരടിട്ടിട്ട് പൈപ്പിങ് ചെയ്യുന്നത്. അപ്പോൾ ചരടിങ് എടുത്ത് വെച്ച് അതിന് ശേഷം നമ്മൾ ഇത് സാറ്റിൻ്റെ തുണി വെച്ചിട്ട് നമ്മൾ പൈപ്പിങ്ങിൻ്റെ തുണി നല്ല തുണിയിലേക്ക് വെച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പിംഗ് ചെയ്ത തുണിയിലേക്ക് ചരട് അതിൻ്റെ ഉള്ളിലിട്ട് നമ്മൾ മടക്കി കൊടുത്തിട്ട് കൃത്യമായിട്ട് ആ പ്രഷറിൻ്റെ സൈഡിലൂടെ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പൈപ്പിങ് നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാണ്ട് പ്രഷർ മാറ്റാണ്ട് നമ്മൾ ചെയ്താൽ നമുക്ക് അത്രയും വൃത്തിയായിട്ട്
പൈപ്പിങ് കിട്ടില്ല. ഇങ്ങനെ ഇങ്ങനെ പ്രഷർ തന്നെ ഇട്ടിട്ട് ആവുമ്പോൾ നമുക്ക് നല്ല ഒരേ വലിപ്പത്തിൽ നമുക്ക് പൈപ്പിങ് കിട്ടും. അങ്ങനെ നമ്മൾ കൈക്കും കഴുത്തിനും ഇതുപോലെ നമ്മൾ ചരട് വെച്ചിട്ട് പൈപ്പിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കൈക്ക് പൈപ്പിങ് ഇട്ട് അതൊന്ന് നമ്മൾ നേരത്തെ ഒരു പീസ് വെച്ച് അടിച്ചായിരുന്നു, അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പൈപ്പിങ് ഇട്ടത്. അതിന് ശേഷം നമ്മൾ കൈക്കുഴിയിലേക്ക് ഈ കൈ കൂട്ടി യോജിപ്പിക്കുകയാണ്. രണ്ട് കൈയും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വണ്ണം മാർക്ക് ചെയ്യുകയാണ്. നമുക്ക് ഇതിപ്പം എനിക്ക് തന്നെ തയ്ക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ അളവാണ് മാർക്ക് ചെയ്യുന്നത്. രണ്ട് സൈഡിലും വണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ രണ്ട് സൈഡും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കാം. സ്ലിറ്റ് തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ ചിലർക്കത് പൊളഞ്ഞു പോകും, കൃത്യമായിട്ട് വരില്ല. അതിന് നമ്മൾ തയ്യൽ തുമ്പ് കൂടുതൽ ഇടാൻ പാടില്ല. ഒരു ഇഞ്ച് 1.25 ഇഞ്ച് അത്രയും തയ്യൽ തുമ്പ് മതി. അത്രയും തുമ്പാകുമ്പോൾ നമുക്ക് പൊളഞ്ഞു പോകാണ്ട് കൃത്യമായിട്ട് തന്നെ സൈഡ് ഓപ്പൺ കിട്ടും. സൈഡ് ഓപ്പൺ രണ്ട് സൈഡിലും നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ ബാക്കിൽ ടെക്ക് ഇടുവാണ്. ബാക്കിൽ ടെക്കിൻ്റെ ഇറക്കം 11.5 നമ്മൾ എടുത്തിരിക്കുന്നത്. 11.5 ഇറക്കവും വീതി എടുക്കുന്നത്, അതായത് സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് രണ്ട് സൈഡിലേക്കും കൂടി ഇട്ടിട്ട് 8 ഇഞ്ച്. ഒരു വശം സെൻറ്റർ മാർക്ക് ചെയ്യുക, ഒരു ഭാഗം 4 ഇഞ്ചും ഇപ്പുറത്തെ ഭാഗം 4 കൂടെ കൂട്ടി 8 ഇഞ്ച്. പിന്നെ അതായത് ടെക്കിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. 6.5 ഇഞ്ച് ലെങ്ത് എടുത്തിട്ട് ആ ടെക്ക് മാർക്ക് ചെയ്ത ഈ 6.5 എന്നുള്ള ആ ഭാഗത്താണ് നമ്മൾ ടെക്ക് പിടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ടെക്ക് പിടിച്ചു കൊടുത്താൽ നമുക്ക് ഫ്രണ്ട് ടൈറ്റും തോന്നില്ല. അതായത് വയറ് ഉള്ള ആൾക്കാർക്ക് ഒരുപാട് വയറും എടുത്ത് തോന്നില്ല. ചുരിദാർ നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴുത്ത് ഒതുങ്ങി വേണമെന്നുള്ളവർക്ക് ഇങ്ങനത്തെ കഴുത്ത് വെച്ചിട്ട് ബാക്ക് ഒട്ടും ഇറങ്ങിയിട്ടില്ല. കൈനൊക്കെ മുകളിൽ തന്നെ ആണ് ഈ ടോപ്പ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഇതിലെന്തെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കുവാണെങ്കിൽ ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയും കൂടെ ഇടുന്നതായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.